ജഗനും ഒക്കെ ഇപ്പൊ ഇങ്ങ് എത്തും. ദേ, നിന്നെ അകത്ത് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അവരെത്തിയ അധികം വൈകാതെ സദ്യ കൊടുക്കണ്ടേ? നിനക്കെന്താ മോളെ, സുഖല്ലേ? പനിയൊന്നുമില്ലല്ലോ. പിന്നെ എന്താ നിനക്ക് പറ്റിയേ? പ്രകാശിന് എന്തെങ്കിലും? ഒന്നുമില്ല. എനിക്ക് നീ എന്റെ മോൻ കെട്ടിക്കൊണ്ടുവന്ന ഏതോ ഒരു വീട്ടിലെ പെണ്ണല്ല. എനിക്ക് പ്രസവിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്ന എന്റെ മോളാ. അമ്മയോട് നിനക്ക് നിന്റെ സങ്കടം എന്താണെന്ന് തുറന്നു പറഞ്ഞൂടെ? എനിക്കിങ്ങി തരുമോ എന്റെ ദിയമോളെ? മോളെ, ഞാൻ അവിടെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയമ്മ. വന്ദന ജഗന്റെ വീട്ടിലല്ലേ? അവിടെ ഏതായാലും ദിയമോളെ താമസിപ്പിക്കാൻ പറ്റില്ല. ജഗനും വന്ദനയും തീരുമാനിച്ച തന്നെ ദിയമോളെ കൂടെ നിർത്താൻ ജഗന്റെ അച്ഛൻ സമ്മതിക്കില്ല. ആ രാഗി ഇപ്പോ ദിയമോളെ ചോദിച്ചു വരുന്നത് പോലും അവളുടെ പേരിലുള്ള കോടികൾ മോഹിച്ചിട്ടാ. ആർക്കും ഭാരാവാതെ ഞാൻ അവളെ നോക്കിക്കോളാമേ. മോളെ, പ്രകാശേട്ടൻ തന്നെ അമ്മേ എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണം. സ്വന്തം അച്ഛനും അമ്മയും പണമില്ലാതെ കഷ്ടപ്പെടുമ്പോ പണം എണ്ണി തിട്ടപ്പെടുത്തി വെച്ച് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് പേടി തോന്നുക. ഗോകുലുണ്ട്, അറിയാം, അവനെന്നോട് വലിയ സ്നേഹമാ. പക്ഷെ നാളെ അവനും പ്രകാശേട്ടനെ പോലെ മാറിപ്പോയാ ഞാൻ ഒറ്റപ്പെട്ടു പോവും. മോളെ, ഞാനൊന്ന് തളർന്നു വീണ എന്നെ ഓർത്ത് അരികിൽ വന്നിരുന്ന് കണ്ണീര് പൊഴിക്കാനെങ്കിലും ഒരാൾ വേണ്ടേ? ഇല്ലെങ്കിൽ തീർത്ത് ഒറ്റപ്പെട്ടു പോവില്ലമ്മേ ഞാൻ. മോളെ, ഏതൊരമ്മയാ ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിക്കാത്തത്? മാത്രമല്ലമ്മേ, ദിയമോൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അവളെന്റെ സ്വന്തം മോളാണെന്ന് എനിക്ക് തോന്നിപ്പോവുക. നീ മോളെ പോലെ ദീമോളെ നോക്കുന്നുണ്ടല്ലോ. അതിനപ്പുറം ഒരാഗ്രഹവും വെച്ച് പുലർത്തണ്ട. വന്ദന പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും ദീമോള് വന്ദനയ്ക്ക് മോള് തന്നെയാ. ശരി അമ്മ, പക്ഷെ വന്ദന പ്രസവിച്ചാലോ? എന്റെ ഓർമ്മളെ, ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വരുമ്പോഴും കാലക്കേട് ഒഴിഞ്ഞു പോകുന്നില്ല. അതങ്ങനെയാ ചന്ദ്രികെ. ഭൂമി തണുക്കെ വേനൽ മഴ പെയ്തിറങ്ങുമ്പോഴും ഇടിയും മിന്നലും ഒന്നും മാറി നിൽക്കില്ലല്ലോ. ഇനി അധികം ഞാൻ നിൽക്കുന്നില്ല. 7 മണിക്ക് തന്നെ എയർപോർട്ടിലെത്തണം. ഞാനും ചന്ദ്രികയും തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അറിയാം. മതി, കുട്ടികളുടെ മുന്നിൽ വെച്ച്. ദേ, ആളുടെ നാണം കണ്ടില്ലേ? എന്റെ മകനെ മാധവനെന്നാ ഞാൻ പേരിട്ടത്. കള്ളകൃഷ്ണന്റെ പേര്. അപ്പോ അവനും മോശക്കാരനാകാൻ വഴിയില്ല.
ഇനി നിങ്ങൾക്ക് കൂടി ഒരു കുഞ്ഞ് ജനിച്ചു കാണണം എനിക്ക്. അച്ഛമ്മേ, വന്ദനമ്മയ്ക്കൊരു കുഞ്ഞാവ വരുന്നത് ദിയമോള് സ്വപ്നം കണ്ടു അച്ഛമ്മേ. അയ്യോ, അയ്യോടി കാന്താരി, നീ കൊള്ളാലോടി പിടിക്കി. എന്നിട്ട് സത്യ അച്ഛമ്മേ. മോള് കണ്ട സ്വപ്നത്തിലെ കുഞ്ഞാവ ആൺകുട്ടിയായിരുന്നോ പെൺകുട്ടിയായിരുന്നോ? അത് ഞാൻ സുചിത്ര ആന്റിയോട് മാത്രമായിട്ട് പറഞ്ഞുതരാം. ചന്ദ്രിക, മാധവേട്ടനെയും കുട്ടി നീ ഒന്ന് വന്നേ. ഞാൻ വിളിച്ചിട്ട് വരാം.